വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മധുഹൂത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ടും അടിപൊളിയായിട്ടും തയ്യാറാക്കി എടുക്കാം. ഒരു അറേബ്യൻ സ്റ്റൈൽ റെസിപ്പി കൂടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിന്, കൂടുതൽ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. 10 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുക്കർ നന്നായി ചൂടായി വരുന്നൊരു സമയത്ത് ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് തക്കോലം, അതേപോലെ ബേ ലീഫ്, കറാമ്പൂവ്, ഏലക്ക ഇതെല്ലാം ചേർത്തിട്ട് കൊടുക്കാം. ഒന്ന് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്തിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ നമ്മൾ തക്കാളി പേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. തക്കാളി പേസ്റ്റ് നന്നായിട്ട് തക്കാളി നുറുക്കിയെടുക്കുകയല്ല വേണ്ടത്, പേസ്റ്റായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവെല്ലാം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇഞ്ചി കഷ്ണങ്ങൾ എടുക്കാം. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ്, 1 കിലോ മധുഹൂത്ത് റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവെല്ലാം നിങ്ങളുടെ ആവശ്യം പോലെ ഇട്ടിട്ട് കൊടുക്കുക. പച്ചമുളക് നമ്മൾ നെടുകെ കയറിയിട്ട് എടുക്കുവാണ്. കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. മല്ലിയില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. മല്ലിയില ഒരു പൊടി അതും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസിന് ഞാൻ എടുത്തിട്ടുള്ളത് 2 സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി 2 കിലോ ആണെന്നുണ്ടെങ്കിൽ 4 സവാള ഇട്ടെടുക്കാം. കൂടുതലായിട്ട് ഇട്ട് കൊടുക്കൊന്നും വേണ്ട. ഇനി നമ്മൾ ഒരു മല്ലിപ്പൊടി ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ കൂടെ തന്നെ ഒരു മാഗി ക്യൂബ് ചേർത്തിട്ട് കൊടുക്കുക. കൂടുതൽ മാഗി ക്യൂബ് ചേർത്തിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് മുന്നോട്ട് വയ്ക്കും. ഒരു മാഗി ക്യൂബ് മാത്രമാണ് ഞാൻ ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. ഉപ്പ് ഒരിക്കലും ഏറി പോവാണ്ട് നോക്കണേ. അപ്പോൾ നമ്മൾ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ ഉപ്പ് കൂടുതൽ മുന്നിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടും. ഇനി നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഗരം മസാല ചേർത്തിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി വരെ ചേർത്തിട്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും കൂടുതലായിട്ട് പോവരുത്. 1 കപ്പ് ബസുമതി അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 കപ്പ് ബസുമതി അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 6 കപ്പാണ് എടുക്കേണ്ടത്. 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി വാർത്തെടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ബസുമതി അരി ചേർത്തിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഇനി ചുടുവെള്ളം ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് കുക്കറുടെ മൂടി ഒന്ന് അടച്ചിട്ട് വയ്ക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് 2 വിസിൽ മാത്രമാണ്. അല്ലെങ്കിൽ 1 വിസിലായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പ്രഷറുള്ള കുക്കറാണെന്നുണ്ടെങ്കിൽ 1 വിസിൽ മതിയാകും. 2 വിസിൽ അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ ഉടഞ്ഞിട്ട് പോവും. ഇതൊക്കെ നമ്മളുടെ കുക്കറിനനുസരിച്ചാണ് കേട്ടോ. ചിലപ്പോൾ 2 വിസിലാണെന്നുണ്ടെങ്കിൽ ടെമ്പറായിട്ടുള്ളതാണെങ്കിൽ കുറച്ച് വേവ് കൂടിപ്പോവും. നിങ്ങൾക്ക് ആ വേവ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ 1 വിസിൽ മാത്രം മതിയാകും. അപ്പം നമ്മളുടെ മധുഹൂത്ത് റൈസ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ മധുഹൂത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഒരു അറേബ്യൻ സ്റ്റൈൽ ചിക്കൻ മധുഹൂത്ത് റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. സൽക്കാരങ്ങളിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.
കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയെടുക്കാൻ മറക്കല്ലേ, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും ഒന്നും കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. മുമ്പുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ട് അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. അപ്പം നമുക്ക് അടിപൊളി റെസിപ്പിയുമായി അടുത്ത് വരുമ്പോഴേക്കും ബൈ ബൈ.